BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബിജെപിക്ക് കഴിഞ്ഞെങ്കിലും സംസ്ഥാനത്തെ വോട്ട് നിലയിൽ താരതമ്യേന വോട്ട് കുറവായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് കുറഞ്ഞത് എങ്ങനെയെന്ന് പഠിക്കേണ്ടത് ഒരു വലിയ ആവശ്യകതയായാണ് ബിജെപി കണക്കാക്കുന്നത്. അതിനാൽ താഴെത്തട്ട് മുതൽ ബിജെപി പഠിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നവർക്ക് വീഴ്ചയുണ്ടെന്ന് കണ്ടാൽ ഭാരവാഹി സ്ഥാനം തെറിച്ചേക്കും. കണ്ണൂരിൽ ചേർന്ന കോർ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റുമാർ, ഭാരവാഹികൾ തുടങ്ങിയവരുടെ യോഗത്തിലാണ് ഈ തീരുമാനമായത്. എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു, എവിടെയൊക്കെ നില മെച്ചപ്പെടുത്താനായി എന്നതടക്കം ഓരോ വാർഡിൽ നിന്നും ജനുവരി ആദ്യത്തോടെ തന്നെ റിപ്പോർട്ട് നൽകണം. ഇത് ജില്ലാ തലത്തിൽ വിലയിരുത്തിക്കൊണ്ടായിരിക്കും തുടർ നടപടി. പ്രതീക്ഷിച്ച മുന്നേറ്റം തൃശ്ശൂരിലടക്കം ഉണ്ടാകാനാകാത്തതും ചർച്ചയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ BDJS പ്രവർത്തനം മെച്ചമായിരുന്നില്ല എന്നാണ് വിലയിരുത്തൽ. ജനുവരി 15 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികൾക്കെതിരെ CPM-ഉം കോൺഗ്രസും ക്രോസ് വോട്ട് ചെയ്തുവെന്നും 800ഓളം വാർഡുകളിൽ തോൽവിക്ക് ഇത് കാരണമായി എന്നുമാണ് BJPയുടെ മറ്റൊരു വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ട് ശതമാനം ഉയർത്താമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയുണ്ടായെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും മറ്റു നഗരങ്ങളിലുണ്ടായ മുന്നേറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് നേതാക്കളുടെ അഭിപ്രായവുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ, തൃപ്പൂണിത്തുറ, പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധ്യക്ഷൻ എന്നിവരെ നിശ്ചയിക്കാനായി ബുധനാഴ്ച പാർട്ടി കൗൺസിലർമാരിൽ നിന്ന് അഭിപ്രായം തേടും. ജില്ലാ പ്രസിഡന്റ്, പ്രഭാരി എന്നിവരും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരാളും അടങ്ങുന്ന സമിതിയാണ് അഭിപ്രായം ആരായുക. അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് വിഹിതത്തിന്റെ ഔദ്യോഗിക കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. UDF ആണ് ഇത്തവണ നേട്ടമുണ്ടാക്കിയിരുന്നത്. 29.17% വോട്ട് വിഹിതവുമായി കോൺഗ്രസ് ആണ് മറ്റു പാർട്ടികളിൽ നേട്ടമുണ്ടാക്കിയതെന്നാണ് കണക്ക്. രണ്ടാമതായുള്ള CPM-ന് 27.16% വോട്ട് വിഹിതമാണ് ഉള്ളത്. 14.76% മാത്രമാണ് BJPയുടെ വോട്ട് വിഹിതം. ഈ കണക്കുകളാണ് മുൻകൂട്ടിയുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ BJPയെ നയിച്ചിരിക്കുന്നത്. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.